ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ കൃഷ്ണ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. ഇന്നല്ല, അതിനൊരു 3-4 ദിവസമേ ഉള്ളൂ. ഇനി 26-ാം തീയതിയാണ് സർപ്രൈസ് കൊടുക്കുന്നത് നമ്മൾ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ എടുക്കുന്നത് 22 ആണ്. ഇന്ന് 22 ഡേറ്റ്. അപ്പോൾ എന്തിനാ നമ്മൾ സർപ്രൈസ് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ചെറിയൊരു പ്രാങ്കും കൂടി കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ വഴിയേ പറയാം. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് 25-നായിരിക്കും. എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ഗൈസ് ഞാനിത് കൊടുക്കാൻ. ഞാൻ ചെറിയൊരു പ്ലാനൊക്കെ സക്സസ്ഫുൾ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ചേച്ചിക്കാണ് കൊടുക്കുന്നത്. പേര് ദേവുവിനാണ് കൊടുക്കുന്നത്. ഞാൻ ദേവു എന്നാണ് വിളിക്കുന്നത്. എന്നെക്കാട്ടി ഒരുപാട് വയസ്സിന് മൂത്തതാണ്, എന്നാലും ഞാൻ ദേവു എന്നാണ് വിളിക്കുന്നത്. ഞാനും ദേവുവും തമ്മിൽ ഒരു 12 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ സോ എക്സൈറ്റ്. ഞാൻ ആ ഒരു ബർത്ത്ഡേക്ക്, ആളുടെ ബർത്ത്ഡേ ആട്ടോ 26-ാം തീയതി. അപ്പോൾ അന്ന് തന്നെ ദേവുവിന് എന്തോ ഇൻ്റർവ്യൂവോ എന്തോ ഉണ്ട്, എക്സാമോ ഇൻ്റർവ്യൂ എന്തോ ഉണ്ട്. അതിനിപ്പോൾ ഇരുന്ന് പഠിക്കുകയാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് ദേവുവിൻ്റെ വീട്. അപ്പോൾ ഞാൻ പറയുന്നത് ചിലപ്പോൾ കേൾക്കുമെന്ന് അറിയത്തില്ല, അതാണ് ഞാൻ ഇപ്പോൾ സൗണ്ട് കുറച്ച് പറയുന്നത്. അപ്പോൾ ഞാൻ എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അന്ന് ഞാൻ 26-ാം തീയതി എടുക്കുന്ന ഒരു ബർത്ത്ഡേ വ്ലോഗായിരിക്കും. കാരണം ഇന്ന് 22 ഞായറാഴ്ച, തിങ്കൾ 23, ചൊവ്വ 24, ബുധൻ 25, വ്യാഴം അല്ലേ? കേസ്. അപ്പോൾ ബർത്ത്ഡേ വരുന്നത് വ്യാഴാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് സ്കൂളുണ്ട്, ട്യൂഷന് ഞാൻ രാവിലെ പോകുന്നത്. അപ്പോൾ ട്യൂഷനും സ്കൂളും കഴിഞ്ഞിട്ട് വരുമ്പോഴായിരിക്കും വീഡിയോ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നത്. അപ്പോഴേക്ക് ദേവുവിന് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് എക്സാമൊക്കെ കഴിഞ്ഞ് ആ ഒരു രീതിയിലായിരിക്കും. പോയിട്ട് വരുമോ ഒന്നും അതെനിക്ക് ക്ലിയർ അല്ല. ഇവിടെ ഇരുന്ന് ഇൻ്റർവ്യൂ ചെയ്യുവാണോ അതോ എക്സാമാണോ അവിടെ പോവുകയാണോ ഒന്നും എനിക്കറിയത്തില്ല. അത് ഞാൻ ഒന്നുകൂടി ചോദിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഞാൻ എന്തോ കൊടുക്കുമെന്ന് ദേവുചേച്ചിക്ക് അറിയാം. കൊടുക്കുമെന്ന് മനസ്സിലായി. ഞാൻ 2-3 ഫോട്ടോസൊക്കെ അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ബർത്ത്ഡേക്കാണെന്നൊന്നും പറഞ്ഞില്ലായിരുന്നു. എൻ്റെ കയ്യിൽ 2-3 ഞാനും കൂടിയുള്ള ഫോട്ടോസ് ദേവുവിനില്ല, അങ്ങനെ എൻ്റെ ഫോണിലില്ല. അപ്പോൾ ദേവു ചേച്ചിയുടെ ഫോണിലാണ് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരുടെയൊക്കെ എടുക്കുന്നതൊക്കെ ദേവുവിൻ്റെ ഫോണിലാണ്. അപ്പോൾ ഫുള്ള് ഫോട്ടോയും ദേവുവിൻ്റെ ഫോണിൽ കിടക്കുകയാണ്. അതുകൊണ്ട് ഞാൻ 2 ദിവസം മുന്നേ ഞാൻ ചോദിച്ചായിരുന്നു, ഇനി നാളെ മറ്റന്നാളൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ ചിലപ്പോൾ പിടികിട്ടിയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചോദിച്ചു, എന്താണ് ദേവു ചേച്ചി 2 ഫോട്ടോ എനിക്ക് എനിക്ക് ഒരു കാര്യത്തിനാന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു ഇതിൽ ചോദിച്ചു. അപ്പോൾ എന്തിനാ ബർത്ത്ഡേക്ക് സ്റ്റാറ്റസ് ഇടാനാണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ അയക്കുന്നതെങ്കിൽ എനിക്ക് വേറെ ഒരു കാര്യത്തിനാന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്ന കഴിഞ്ഞ വീഡിയോയിലും ഞാൻ ഈ ഒരു സ്ഥലമായിരുന്നു, എനിക്ക് ഈ ഒരു സ്ഥലം കംഫോർട്ടായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്ഥലത്ത് ഇരിക്കുന്നത്. ഓക്കെ. അപ്പോൾ എനിക്ക് പഠിക്കാൻ ഹോംവർക്കൊക്കെ ഉണ്ട്, ടെസ്റ്റ് വായിക്കാനുണ്ട്, അങ്ങനത്തെ കുറച്ച് പരിപാടി ഉണ്ട്. എന്നാലും ഞാൻ ദേവുവിൻ്റെ എന്തെങ്കിലും ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തൊന്നും വെച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. ഞാനിപ്പോൾ വീഡിയോ എന്തോ കുഴപ്പമില്ല, ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തൊന്നും വെച്ചിട്ടില്ല. ഞാൻ ആ ഫോട്ടോ ചോദിച്ചത് ഇപ്പോൾ ഇവിടെ പറഞ്ഞാൽ 25-ാം തീയതി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വല്ല അതുപോലെ വീഡിയോ പോയാൽ എൻ്റെ വീഡിയോസ് അങ്ങനെ നിങ്ങൾ കിട്ടത്തില്ല. ഞാൻ സ്റ്റാറ്റസ് ഇടുമ്പോൾ മാത്രം ഒന്ന് കയറി നോക്കത്തേ ഉള്ളൂ. കയറി നോക്കുമെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. അപ്പോൾ എന്താണ് യൂട്യൂബൊക്കെ എടുക്കുമ്പോൾ ഫ്രണ്ടിൽ വന്ന് എൻ്റെ അത് കിടക്കും. അപ്പോൾ എടുക്കുമോ എന്നൊരു ചെറിയ പേടി എനിക്കുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ ബർത്ത്ഡേയുടെ കാര്യം എന്ത് ഗിഫ്റ്റാണെന്നൊക്കെ പറയുമ്പോൾ അതൊരു എന്താ പറയുക, ഇപ്പോൾ ഫുൾ കൺഫ്യൂഷനാവും എനിക്ക്. അപ്പോൾ ദേവു ചേച്ചി അഥവാ ഈ വീഡിയോ എല്ലാം കയറി കണ്ടാൽ എനിക്ക് ബർത്ത്ഡേ സർപ്രൈസ് അങ്ങ് ക്ലോസ്ഡ് ആവും. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ എന്തായാലും ഈ വീഡിയോ ഞാൻ 25-ാം തീയതി രാത്രി ഇടാം. അപ്പോൾ എനിക്ക് പതിയെ അല്ലേ പോവുള്ളൂ. 25-ാം തീയതി ഇട്ടാൽ പതിയെ വീഡിയോസ് പോകത്തല്ലേ ഉള്ളൂ. അപ്പോൾ 25-ാം തീയതി ഇടുമ്പോൾ 26-ാം തീയതി രാവിലേക്ക് ഈ വീഡിയോ അപ്ലോഡ് ആവും. അപ്പോൾ 26-ാം തീയതിയിലെ വ്ളോഗ് ഞാൻ എടുത്തിട്ട് 27-ാം തീയതി ഇടേണ്ടി വരും. എഡിറ്റിംഗ് ഇതൊക്കെ വേണ്ട ഗൈസ്. അപ്പോൾ അങ്ങനെയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ബർത്ത്ഡേ വിഷസൊക്കെ കൊടുക്കണം, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എന്താ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, എനിക്ക് അങ്ങനെ പ്ലാനൊന്നുമില്ല.
എനിക്ക് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് കൊടുക്കണം എന്നുണ്ട്. ബട്ട് എനിക്ക് എൻ്റെ തലയിൽ ഒന്നുമില്ല, ഒന്നും വരുന്നില്ല. ഒരെണ്ണം ഞാൻ സെറ്റ് ചെയ്യാൻ ഞാൻ വെച്ചിട്ട് എനിക്ക് പടം വരയ്ക്കാനുള്ള കഴിവില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ ഒരാളെ കൊടുത്തിട്ട് ഞാൻ ദൈവവും കൂടിയുള്ളൊരു പടം മീൻസ് അവർ നന്നായിട്ട് വരയ്ക്കുന്ന ഒരാളാണ്. അപ്പോൾ അവരെ കൊടുത്തിട്ട് ഞാനത് വരച്ച് തരണേന്ന് പറഞ്ഞ് രണ്ടുപേരത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് നല്ലത് അത് കൊടുക്കും, അല്ലെങ്കിൽ വേണ്ട രണ്ടും കൊടുക്കും കഴിച്ച്. ഒരു ചെറിയൊരു ഇതായിട്ട് ഞാൻ രണ്ടും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കും. അതൊന്നും എനിക്ക് അങ്ങനെ ഒന്നല്ല, മീൻസ് എന്താ പറയുക, ഇപ്പോൾ നല്ലതായിട്ട് വരയ്ക്കുന്ന രണ്ടുപേരാണ്, എനിക്കറിയാവുന്നവരാണ്, എനിക്കറിയാവുന്ന രണ്ട് ഫ്രണ്ട്സാണ് എൻ്റെത്. അപ്പോൾ ഈ ദൈവവും ഞാനിവിടെ ഒരാൾക്ക് ഞാൻ അയച്ചു കൊടുത്തത് ദൈവം ചേച്ചി മാത്രമുള്ളൊരു ഫോട്ടോയും, പിന്നെ ഒരാൾക്ക് ഞാൻ അയച്ചു കൊടുത്തത് ഞാനും കൂടി ഒന്ന് കയറി നിന്ന് ഫോട്ടോ എടുക്കുന്നൊരു ഒരു ഫോട്ടോയും കൂടിയാണ് ഞാൻ അയച്ചു കൊടുത്തത്. അപ്പോൾ രണ്ടുപേരും വരച്ചുകൊണ്ട് വരട്ടെ. പിന്നെ ഞാൻ കുറേ വീഡിയോസൊക്കെ ഇപ്പോൾ ഇരുന്ന് കാണുന്നുണ്ട്, സർപ്രൈസിങ് വീഡിയോസൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ചെറിയൊരു ഇതൊക്കെ കൊടുത്തായിരുന്നു. അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, ചേട്ടപ്പെട്ടത് ഒരു വമ്പായിരുന്നു, അതുകൊണ്ട് ഞാനൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഓക്കെ, പിന്നെന്താ, എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ഇത് കൊടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. എന്ന് വെച്ചാൽ എൻ്റെ ബർത്ത്ഡേക്ക് ദേശിച്ച് എന്തെങ്കിലുമൊക്കെ എനിക്ക് മേടിച്ച് തരും. അപ്പോൾ അത് ശരിയാവത്തില്ല ഗൈസ്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കാതെ എനിക്കൊരു ഇതില്ല. അപ്പോൾ എൻ്റെ രീതിയിൽ എനിക്ക് പറ്റുന്നത് ഞാൻ കൊടുത്തിരിക്കും. അത് എങ്ങനെയല്ല, ഞാൻ കൊടുക്കുന്ന സമയം ഉൾപ്പെടെ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഞാൻ എന്തായാലും രാവിലെ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കത്തില്ല. ചിലപ്പോൾ ഞാൻ 27-ാം തീയതി കൊടുക്കുള്ളൂ. ഈ ചേച്ചി 26-ാം തീയതി പ്രതീക്ഷിക്കും, അതുകൊണ്ട് ഞാൻ 27-ാം തീയതി കൊടുക്കുള്ളൂ. ചിലപ്പോൾ 26-ാം തീയതി പ്രതീക്ഷിക്കാതിരിക്കുന്ന ടൈമിൽ വല്ലതും കൊടുത്താൽ ഇതായിരിക്കും, അടിപൊളിയായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ്. നിങ്ങളെല്ലാവരും ബർത്ത്ഡേ വിഷൊക്കെ അറിയിക്കണം കമൻറ്റ് ബോക്സിലൂടെ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കമൻറ്റ് ബോക്സ് ഓഫായിപ്പോയി, ഞാൻ ഓണൊക്കെ മറന്നുപോയി, വിട്ടുപോയി. അപ്പോൾ ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കമൻറ്റ് ഓണല്ലായിരുന്നു, ഞാൻ ഓഫാക്കി ഇട്ടേക്കുമല്ലായിരുന്നു, പക്ഷേ ഓഫായി കിടക്കുമായിരുന്നു. ഞാൻ ഓണൊക്കെ പിന്നെ വിട്ടുപോയി, എഡിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെന്താണ്, കുറേ കാര്യങ്ങൾ പറയണമെന്നും പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്, ബട്ട് ഒന്നും ഇവിടെ വരുമ്പോൾ ഒന്നും മനസ്സിലാവത്തില്ല. ഓക്കെ ഗായ്സ്, അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ടിരുന്നു. ഞാൻ കുറേ വീഡിയോസൊക്കെ സർപ്രൈസിങ് വീഡിയോസും ഒക്കെ കാണുന്നുണ്ട്, ചോക്ലേറ്റൊക്കെ മേടിച്ച് കൊടുക്കുന്നത്. ബട്ട് എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല. ചോക്ലേറ്റൊക്കെ മേടിച്ച് കൊടുക്കുന്നത് ഭയങ്കര എന്താ പറയുക, ഒരു പ്രാങ്ക് ആയിട്ട് നമുക്കൊരു ചോക്ലേറ്റ് എടുത്താലോ എന്ന് ഞാൻ ആലോചിച്ചു. ചോറിനകത്ത് കുറച്ച് ചോക്ലേറ്റൊക്കെ ഞാൻ ആലോചിക്കട്ടെ ഗൈസ്. എന്തേലും ഒന്നും വരാതിരിക്കില്ലല്ലോ. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് വീഡിയോ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാനാണ് നിന്നത്. എന്തായാലും ഇനി അവിടെ മൂവി ഇട്ടേക്കുന്നത് ഗൈസ്, അതിൻ്റെ സൗണ്ട് അടിക്കുന്നത്, അതിൻ്റെ റിംഗ് ടൂണാണ് ഞാൻ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്താ പറയുക, ഞാനൊന്ന് ആലോചിക്കട്ടെ ഗൈസ്. എന്തെങ്കിലുമൊക്കെ പടം വരച്ചൊക്കെ കൊടുക്കുന്നേ അത് ശരിയാകത്തില്ല. ഒരു പ്രാങ്ക് വീഡിയോയും കൂടി ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാനൊന്ന് കണ്ട് വെച്ചിട്ടുണ്ട് പ്രാങ്ക്. എന്തെങ്കിലുമൊക്കെ സെറ്റാക്കാം ഗൈസ്. ഞാൻ എന്തായാലും ഒന്ന് പ്രിപ്പയർ ചെയ്യട്ടെ. എൻ്റെ ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ നല്ല 2 പുതിയ പേന പിന്നെ ചോക്ലേറ്റ് പിന്നെ എന്തിനൊക്കെ ഒരു മറ്റേ ഇല്ല സാധനം ഇല്ലേ, ഒരു ഹാമ്പർ കണക്കത്തെ അതേ കണക്കത്തെ ഒരു സാധനത്തിൽ വെച്ചിട്ട് ഇത് പിന്നെ ഒരു കീ ചെയിനൊക്കെ കൊടുത്തു. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ചേട്ടനും ഭയങ്കര ത്രില്ലായിരുന്നു തുറന്നു നോക്കാൻ. എന്നെ കൊണ്ടാവുന്നില്ല, എനിക്ക് കൊടുക്കാൻ പറ്റും. അതൊക്കെ മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിച്ചാൽ മതി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി എന്താ പറയുക, ഞാൻ ആലോചിക്കട്ടെ. നീ വീഡിയോ ഞാൻ പക്ഷേ വേണമെങ്കിൽ ഇന്നിടാം. ആരെങ്കിലും ഒരു കമൻ്റ് ഇട്ട് എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു തരുമോ? ഈ വീഡിയോ ഞാൻ ഇന്നിട്ട പ്രശ്നമാകുമോ എന്ന് എനിക്കറിയത്തില്ല. കുഴപ്പമില്ല, ഞാൻ എന്തായാലും ഈ വീഡിയോ ഇടും. ദേവിച്ചേച്ചി കാണാൻ ഞാൻ ശ്രമിക്കാം. ഇന്നിപ്പോൾ 22 അല്ലേ, ഇനി 3 ദിവസം കൂടെ ഇല്ലേ ഉള്ളൂ.
നോക്കാൻ ചാൻസ് ഇല്ല. യൂട്യൂബൊന്നും താളെടുക്കത്തില്ല. പിന്നെ അഥവാ യൂട്യൂബൊക്കെ കയറുന്നെങ്കിൽ ടി വിയിൽ വൈഫൈ ഉണ്ട്. അപ്പോൾ വൈഫൈയിൽ ടി വിയിൽ സ്മാർട്ട് ടി വി ആയതുകൊണ്ട് ടി വിയിൽ കയറി യൂട്യൂബിൽ ക്ലാസ്സൊക്കെ കാണത്തേ ഉള്ളൂ. അല്ലാതെ ഫോണിൽ യൂട്യൂബ് അങ്ങനെ യൂസ് ചെയ്യത്തില്ല. ഇൻസ്റ്റ അല്ലാതെ വാട്സപ്പിൽ ഇൻസ്റ്റയൊക്കെ അല്ലാതെ യൂട്യൂബും ഫേസ്ബുക്കൊന്നും അങ്ങനെ യൂസ് ചെയ്യത്തില്ല ആൾ. കുഴപ്പമില്ല, ഞാൻ ഇന്നിടാം ഗൈസ് ഈ വീഡിയോ. അപ്പോൾ പറ്റുന്നവരുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ എല്ലാവരും ഈ വീഡിയോ എത്ര പേര് കാണുന്നു എനിക്കങ്ങനെയൊന്നും ഇല്ല. എന്ന് വെച്ചാൽ എത്ര പേര് ഈ വീഡിയോ കാണുന്നവരെല്ലാവരും എനിക്കാവുന്ന ഒരു കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സ് ഓണാക്കി വെക്കാം. ഞാൻ ഓഫ് ആണോ എന്ന് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ എല്ലാം ഓഫായി കിടക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഓണാക്കി വെക്കുക. എല്ലാവരും പറ്റുന്ന ഓരോ കമൻറ്റെങ്കിലും ഒരു പ്രാങ്കും വേണം, എന്നാൽ സർപ്രൈസിങ് ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു കമൻറ്റ് ഇടുക. എന്നുവെച്ചാൽ എനിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണം, അതിൻ്റെ കൂടെ ഒരു ചെറിയ പ്രാങ്ക് കൂടി വേണം. അതേ ഉള്ളൂ, അത്ര മതി എനിക്ക്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ 10-11 മിനിറ്റായി ഗൈസ്. അപ്പോൾ ഇന്ന് ഇത്രയും പോരെ. ലോങ് വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. 11 മിനിറ്റൊക്കെ ഉള്ള ലോങ് വീഡിയോ അല്ലേ, കുഴപ്പമില്ല. ഒരു 10-15 മിനിറ്റ് കൂടി എനിക്ക് എന്തായാലും ഈ ലോങ് വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഞാൻ ആലോചിക്കട്ടെ. ഐ എം തിങ്കിങ് അല്ലെങ്കിൽ നമുക്ക് മേക്കപ്പ് ഐറ്റംസ് മേടിച്ചു കൊടുത്താലോ? മേക്കപ്പ് ഐറ്റംസ് എല്ലാം ഉണ്ട് ആ കൊച്ചിൻ്റെ കയ്യിൽ. ദൈവൻ്റെ എല്ലാം ഉണ്ട്. പിന്നെ എന്ത് മേടിച്ചു കൊടുക്കും? ഒരു സാധനം ഇടയ്ക്കിടയ്ക്കായിരുന്നു പറയും. ഞാൻ കടയിൽ രവതി സ്റ്റോറിലൊക്കെ പോകുമ്പോൾ പറയും അത് മേടിച്ചുകൊണ്ട് പറയും. ഞാൻ എന്നാൽ കടയിലൊന്നും കയറത്തില്ല ഗൈസ്. ഞാൻ ഈ ട്യൂഷനൊക്കെ പോകുമ്പോൾ കടയിലൊന്നും കയറത്തില്ല. ഞാൻ കയറത്തില്ല, നേരെ സ്കൂളിൽ പോകത്തേ ഉള്ളൂ. എനിക്ക് കടയിൽ കയറുന്ന ഇഷ്ടമല്ല. അങ്ങനെ അതിലുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല, അമ്മയൊക്കെ ഉണ്ടെങ്കിൽ ചേച്ചിമാർ ആരെങ്കിലും ഉണ്ടോ കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഒറ്റയ്ക്കൊന്നും കയറത്തില്ല. എനിക്ക് കൂട്ടുകാരോട് എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ കയറുന്നത്. എനിക്കൊരു എന്തോ പോലെയാണ്. ഓക്കെ ഗൈസ്, ഒലിക്കുന്ന ഫാനിട്ട ഒരു ഒച്ച കേൾക്കും, അതുകൊണ്ട് ഞാൻ ഫാനിടാത്തത്. ഓക്കെ ഗൈസ്, എന്താ പറയുക, ഇതെന്തായാലും ഒരു പ്രാങ്കിങ് വീഡിയോ തിങ്കിങ്ങാണ്. എല്ലാവരും ആലോചിച്ചിട്ട് എന്തെങ്കിലും ഒരു ഇതിട്ടൊക്കെ പറയാം. ഞാൻ എന്തായാലും മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ട് ഈ കമൻറ്റ് ഏതെങ്കിലും ഒരു രീതിയിലൊക്കെ പറ്റിയിട്ട് സഹായിക്കാൻ പറ്റുമെങ്കിൽ എല്ലാവരും സഹായിക്കുക. പിന്നെന്താ പറയുക, എനിക്കെന്താ പറയുക, ഞാനിപ്പോൾ എന്തോ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ചിലതേ കണ്ടായിരുന്നു മറ്റേ ചോറില്ലേ, നമ്മൾ ചോറ് കൊണ്ട് കൊടുക്കത്തില്ലേ, ഞാൻ അവിടെ പോയി ഇന്ന് കഴിക്കേണ്ടി വരും. അതാ പ്രശ്നം. എനിക്ക് 2 സ്ഥലത്തുകൂടി കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചോറ് കൊണ്ട് കൊടുത്തിട്ട് ചോറിനോണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ചോക്ലേറ്റ് 2 ഇങ്ങനെ വെച്ച് അടിപൊളിയായിരിക്കും. എന്ന് വെച്ചാൽ പൊട്ടിക്കാതെ ചോക്ലേറ്റ് അതിൻ്റെ നടുവിൽ 2 വെച്ചിട്ട് വലിയ ചോക്ലേറ്റ് വെച്ചിട്ട് അങ്ങനത്തെ വീഡിയോസൊക്കെ കണ്ടു. ബട്ട് ചെറിയ കൊച്ചൊന്നും അല്ലല്ലോ ചോക്ലേറ്റൊക്കെ തിന്നാൻ. അതുകൊണ്ട് പിന്നെ ഞാൻ അതിലോട്ട് അങ്ങോട്ട് തലപ്പുണ്ടാക്കിയില്ല. ഇനി എന്താ പറയുക, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സർപ്രൈസ് കൊടുക്കണം എന്നുണ്ട്. പാവക്കുട്ടി കുഞ്ഞു പിള്ളേരായ എനിക്ക് പാവക്കുട്ടിയൊക്കെ മേടിച്ചു കൊടുക്കാമായിരുന്നു. പക്ഷെ എനിക്ക് ദേവചേച്ചിക്ക് കൊടുക്കേണ്ട ഗിഫ്റ്റിനെ കുറിച്ചൊരു ഇതുണ്ട്. എന്നാലും എന്താ കൊടുക്കുക, എല്ലാവരും പറ്റുന്നില്ല. നമുക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റില്ലെങ്കിലും പ്രാങ്ക് കൊടുക്കണം. അത് കൊടുത്തേ പറ്റൂ എനിക്ക്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ വേറെ വലുതൊന്നും എന്നെ കൊണ്ട് മേടിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. പറ്റുന്നതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യട്ടെ വേണം എനിക്ക് നിർബന്ധമില്ല. അല്ലെങ്കിൽ അടുത്തോളാം, എനിക്ക് നിർബന്ധമില്ല. ഓക്കെ ഗായ്സ്, പിന്നെന്താ പറയുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് ഇത്രയേ ഉള്ളൂ. അമ്മ ചോറിന് ഞാൻ വന്ന് വിളിച്ചതാണ്. ഇപ്പോൾ സമയം 1 മണി 1:30 എത്ര ആയെന്ന് തോന്നുന്നു. ഗൈസ് 1:25 കഴിഞ്ഞു. എനിക്ക് വിശപ്പില്ല. ഞാനിപ്പോൾ ടാങ്ക് കുടിച്ചായിരുന്നു, അതുകൊണ്ട് പിന്നെ അത്രയ്ക്ക് വിശപ്പില്ല. എനിക്ക് ദൈവത്തിൻ്റെ അടുത്തൊന്ന് പോകണം. ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. എന്താ പറയുക, അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വേറെ ഒന്നുമില്ല, പറയാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് 26-ാം തീയതി കാണാം. സോ എക്സൈറ്റിങ്. പക്ഷേ പ്ലാൻ ചെയ്തില്ല, എന്നാലും ഐ എം സോ എക്സൈറ്റിങ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.